നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണും. അത് മാത്രമേ ഞാൻ ഒന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത്രയും വളരെ സ്വീറ്റായ ഗൗതം അല്ലെ ഗോകുൽ. ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്ന ഒരു പടം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്ന തമിഴ് പടമാണ്. ഈ കുട്ടി തെറ്റിച്ചിട്ട് ഒരു ഷോട്ടിന്റെ റീടേക്ക് പോയിട്ടില്ല. ഞാനായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണും. അത് മാത്രമേ ഞാൻ ഒന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമൻ നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് സിനിമയുടെ കഥാപാത്രം. അത്രയും വളരെ സ്വീറ്റായ ഗൗതമൻ അല്ലെ ഗോകുൽ. ബൈക്ക് മാത്രം ഓടിച്ചു, സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്ക് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയില്ലാന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. ഈ സിനിമ അല്ല നിങ്ങൾ കണ്ട് കഴിഞ്ഞ ഒരു 10 സിനിമകളിൽ സിംഗ് സൗണ്ട്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട് ഉണ്ട്. ഇത് എടുത്ത് പറഞ്ഞെന്നുണ്ട്. കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമില്ല. ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളതും നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിംഗ് സിംഗ് സൗണ്ട് ആയിരുന്നു. അത് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു മെഷീൻ കൂടെ ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീടത് ഈ അതൊരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ ലൈറ്റ് വരട്ടെ. അവിടെ ഷൈൻ ലൈറ്റ് വന്നാലേ ഷൈൻ ഷൈൻ ചെയ്യും. കറക്റ്റാണ്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഒന്ന് കയറി പെടേണ്ട ഞാൻ വിചാരിച്ചു. നേരത്തെ ഞാൻ തൃശ്ശൂർ നമുക്ക് പറ്റിയതാണ്. പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് എന്നും. മമ്മൂക്കാടെ എല്ലാ സിനിമയിലും ഇപ്പൊ വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും. നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂക്ക ഒരു സിനിമയോട് കാണിച്ച ഒരു സന്നദ്ധതയെ പറ്റിയാണ്. ഇപ്പം രേഖാചിത്രം എന്നുള്ളൊരു സിനിമ മമ്മൂക്ക എന്ന ഒരു നടന്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം മമ്മൂക്ക തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് എത്ര ആളുകളുടെ ഗുഡ്വില്ലിനെ ബാധിക്കാം. മമ്മൂക്ക തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം. ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിന് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞിട്ടുള്ളതില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്ക് എടുക്കാൻ പറ്റാത്ത വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളും കൂടെ നിൽക്കുന്നേ അത്രേ ചെയ്തിട്ടുള്ളേ. ഇപ്പൊ ഈ സിംഗ് സൗണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ബസൂക്കയിലൊക്കെ ആണെങ്കിൽ പറയുന്നതിലെ കഥാപാത്രമാണല്ലോ. അപ്പം സാറിന് മലയാളം കോഴിക്കോട് സംസാരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്തു? ഡബിങ്ങിന്റെ കാര്യത്തിലൊക്കെ മമ്മൂക്ക എങ്ങനെ
അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തോ അതോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയോ? അതായത് ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ മലയാളത്തിൽ വീട്ടിൽ സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഡയലോഗ് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും പേര് മുഴുവൻ ഭയങ്കര മലയാളിക്കാരാണ് വെച്ച് പഠിച്ചിട്ട്. ഞാൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ് ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അതും ലൈഫ് സോങ് ആയിരുന്നു, സിംഗ് സോങ് ആയിരുന്നു. ഇതിൽ സാറിന്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് നെർവസ് ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഈ ഇവർ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിന്റെ സൗണ്ട്സ് വരാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്താൽ ഞാൻ ഏത് ലാംഗ്വേജിലും ഞാൻ പറയും, അത് കുഴപ്പമില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്ന ഒരു പടം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്ന തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിൻ്റെ സൗണ്ടാണ് സിനിമയിലുള്ളത്. പല നല്ല സീനുകളും അതിൻ്റെ ഗുണവും. ഇവിടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും എന്താ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ എന്നല്ലോ ഇനിയും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. ചർച്ചകൾ ഇവിടെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത്രയും നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്തമല്ലേ. വളരെ അവിടെ ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വിജയബാബു, ഈ നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ലുക്കുള്ള ഒരാൾ വേണം, അതുകൊണ്ട് നായകനാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രീഫ് ഈ റോളിന് വേണ്ടി? കോള് എന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം കാരോണിൽ വെച്ചാണ് ബ്രീഫ് ചെയ്തപ്പോഴാണ് എനിക്ക് ക്യാരക്ടർ അറിയാവുന്നത്. ഐ നോ ഗൗതം സർ പേഴ്സണലി ബിഫോർ, ബട്ട് നോട്ട് വർക്ക് ടുഗദർ. അപ്പൊ അന്ന് കാരോണിൽ വെച്ചാണ് ക്യാരക്ടർ വേണ്ടത്. അപ്പൊ തന്നെ അതിലേക്ക് അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല. ഇൻസെപ്ഷൻ എന്ന മൂവിയില് എന്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയൽ ആണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പലിശ്ശേരി ചിത്രത്തില് നൻപകൽ നേരത്തുമായിട്ടും അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന വിഭാഗമുണ്ട്. കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു വിഭാഗം പറയുന്നതാണ്. അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതില് മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇതിൽ ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. എന്നോട് പറഞ്ഞില്ല, പുള്ളി എന്നോട് പറയൂ. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മുടെ ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളൻ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാരെ ചെറിയ ഭാഗമായി. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. താങ്ക് യു. സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും ഒരു യൂണീക്ക് ആയിട്ട് സാറിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതായത് സാർ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണാം. ഡൊമിനിക്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ എൻജോയ് ചെയ്ത മൂവി. സാർ തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവും. ക്യാരക്ടർ അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. ഉണ്ട് സാറ് എൻജോയ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീരോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, അതൊരു സെലിബ്രേഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നു, ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ മൊമെന്റ്. മമ്മൂട്ടി സാർ ഇസ് വാക്കിംഗ് ഇൻടു മൈ ലൈഫ്. മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് മാജിക്കൽ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? കുറേ ഉണ്ട് പടത്തിൽ.
100% കുറേ ഉണ്ട്. ആൻഡ് എവറി മോമെന്റ് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും, ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ സെപ്പറേറ്റ് എന്ന് പറയാൻ സാർ ജസ്റ്റ് ചിന്തിച്ചിട്ട് പോകും. സോ ഐ കെപ്റ്റ് ഓൾ ദാറ്റ് ടു മൈസെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല, ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മൾ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്ലാൻ, അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടാണ് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്തത് അത് വേറെ. നിങ്ങൾ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും 4 വന്നിട്ട് ഐ തിങ്ക് മിനിറ്റ്സ് ഓഫ് ലാറ്റ്സ് ടോക്കിംഗ് അബൌട്ട്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ഐ എൻജോയ് എവറി മൂമെന്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂട്ട്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലെറ്റ് ഹിം ഗോ ഇൻ 45 days ആക്ച്വലി. മമ്മൂക്ക എന്ന വിഷയം മലയാളികൾക്ക് എന്നും അത്ഭുതമല്ല. ഇപ്പോഴും എന്താ പുതുമയോടെ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം ഒരേ സ്ക്രീൻ സ്പേസിൽ നമ്മൾ കാണുമ്പോൾ അടുത്ത് എന്തെന്നുണ്ടാകുന്ന ഒരു കമന്റ് ഉണ്ടല്ലോ, ഇത് തന്നെ മമ്മൂക്ക എന്ന വിസ്മയം ഒരേ സ്പേസിൽ അനുഭവിച്ചിട്ടോ? അത് ഇത്രയും വർഷമായിട്ട് ഞാൻ വന്ന സമയം മുതൽ അനുഭവിക്കുന്നതാണ്. സോ അത് വെരി വെരി ഇത്ര ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യം, അത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടുതൽ എല്ലാ ആക്ടേഴ്സും ഇത് ഞാൻ ഷെയർ ചെയ്യാം. ഈ പടത്തിലും അതേപോലെ ഇപ്പൊ ഞാൻ ബാവൂട്ടി ചെയ്യുമ്പോഴും മമ്മൂക്കയുടെ ഒരു പ്രിപ്പറേഷൻ, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനങ്ങനെ ഒരു ദിസ് ഇസ് മൈ ഹംബിൾ ഒബ്സർവേഷൻ ആസ് എൻ ആക്ടർ, ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു ആ പെർഫോമൻസിൽ. അത് ഈ പടത്തിലും എനിക്ക് ഇന്റൻസ് ആയ 2-3 സീക്വൻസസ് ഉണ്ട്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മോർ ദൻ ആ സീൻ ഐ വാസ് എൻജോയിങ് മമ്മൂക്കാസ് പെർഫോമൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ്. ലൈക്ക് ഹൗ ഗൗതം സർ സെഡ്, ആ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ സ്പാർക്സ് ഓഫ് ബ്രില്യൻസ് ദാറ്റ് ഓൾ ആക്ടേഴ്സ് ഷുഡ് അബ്സർവ്. അത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡയലോഗ് റെൻഡിഷൻ ആയാലും അതിലെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ക്യാരക്ടർ അത്. ആൻഡ് വെൻ ഇൻ ദ ഹോൾ വെൻ യു സീ ദാറ്റ് ഫിലിം, that is when you just our character Dominic's കൂടെ you just travel with all these different characters. That is the power of Mammootka. So അത് ഒരു ഭാഗ്യമാണ്. ആക്ച്വലി നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യാൻ. സോ ഡെഫിനറ്റ്ലി താങ്ക്സ് ടു ഓൾമൈറ്റി, അങ്ങനെ ഒരു ബ്ലെസ്സിങ്. ശരീരഭാഷ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യങ്ങൾ കുറച്ച് കൂട്ടി പറയുന്ന ഒരാളായിട്ട് ബോഡി ലാംഗ്വേജ് കൊണ്ട് നടക്കുന്ന ഡൊമിനിക്കായിട്ട് ക്യാരക്ടറായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നത് എത്രമാത്രം ഫണ്ണായിരുന്നു? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കര ലവബിൾ ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് അത് ആ ഇന്നസെൻസ് ആണ് ആ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി. അദ്ദേഹം ഗോകുലുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയാലും മിസ്സസ് മാധുരി, വിജയ് മാം ചെയ്ത ക്യാരക്ടേഴ്സ്, ദാറ്റ് സിംപ്ലിസിറ്റി ഓഫ് ദാറ്റ് ക്യാരക്ടർ, ദാറ്റ് ഇസ് വാട്ട് അട്രാക്ട്സ് യു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് പെർഫോമൻസ് ബിക്കോസ് ഹി ഈസ് വെരി ഓണസ്റ്റ്. ആൻഡ് ആ ഓണസ്റ്റിയാണ് ഒരു അഡോറബിൾ ആയിട്ട് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്. സർ പണ്ട് ഈ കമാൻഡർ ടൈമിൽ രജനീകാന്ത് സാർ ഒരു പ്രൊജക്ട് പിച്ച് ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട്, ഒരു ഡോക്ടറായിട്ട്. ആക്ഷൻ കംപ്ലീറ്റ്ലി ഡോക്ടറായിട്ട് ഒരു സ്ക്രിപ്റ്റ്. അത് പിന്നെ അദ്ദേഹമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ അമിതാഭ് സാറായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റേജ് ഷോറിലുള്ള വേറെ ഏതെങ്കിലും ആക്ടറായിട്ട് നമുക്ക് സാറായിട്ട് നമ്മൾ വേഗമായിട്ട് പറഞ്ഞിരുന്നു. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ടോ? എല്ലാ സ്ക്രിപ്റ്റും ഉണ്ട്, യെസ്. പക്ഷേ ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി, ഐ ബിലീവ് ഇൻ ടൈം. നമ്മൾ യു ഹാവ് ടു ബി ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ അത് നടക്കും. സോ ഇറ്റ്സ് ഓൾ ദെയർ. അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ലൈറ്റ്, ഇറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് സ്പേസ്. നായികയുടെ അടുത്താണ് മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പോൾ പല ആളുകൾക്കും ഭയമുണ്ട്. പക്ഷെ മമ്മൂക്കായായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓർത്തെടുക്കാം? ஃபர்ஸ்ட் ஆஃப் ஆல் நீங்கள் சொன்ன மாதிரி டைலாக் சொல்கிறதுக்கே எனக்கு ரொம்பவே பயமாக இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி அதுக்கப்புறம் மம்முக்கா சார் கூட பண்ணுற மாதிரி இருந்தது. பட் அந்த ഈ കുട്ടി തെറ്റിച്ചിട്ട് ഒരു ഷോട്ടുണ്ട് വീട്ടിലേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. ஸோ யா நான் கொஞ்சம் நிதானமாக பண்ணிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே லைக் கொஞ்சம் ஃபியர்ஸாக வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமாக இருந்தது. நான் எப்படி அவங்கள அப்படி இது பண்ண முடியும்னு சொல்லிட்டு. ஸோ
சார் என்ன கொஞ்சம் காமா அந்த ஸ்பேஸ்ல நீ பண்ணு பரவாயில்ல பாத்துக்கலாம்னு சொல்லி பண்ணாங்க. ஜோக் கூட பண்ணாங்க, அடிச்சுட்டு ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக் எல்லாம் பண்ணாங்க. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാർ, ഇത് ക്ലൈമാക്സ് മമ്മൂക്ക എടുത്ത് പറഞ്ഞപ്പോൾ ഇത് കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു? സ്റ്റോറി പറഞ്ഞത്, സ്റ്റോറി കണ്ടിന്യൂസ്, സ്റ്റോറി പറഞ്ഞപ്പോൾ ഇത് ക്ലൈമാക്സിൽ കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം നമുക്ക്? എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ സർ ഐ തിങ്ക് ടുക്ക് സം 5 minutes ടു റെസ്പോണ്ട് ടു ദ ക്ലൈമാക്സ്. ആൻഡ് ദെൻ ഒരു ചെറിയ 2-3 ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാ അതെങ്ങനെയാന്ന് 2-3 കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. ആൻഡ് ദെൻ ഹി സെഡ് ഐ ലൈക്ക് ഇറ്റ്, വിൽ ഡു ഇറ്റ്. ഇതാണ്. ആൻഡ് ദെൻ വി ലെഫ്റ്റ് ദറ്റ് മീറ്റിംഗ്. നെക്സ്റ്റ് ഡേ ഹി സെഡ് ഐ എം പ്രൊഡ്യൂസിംഗ് ദ ഫിലിം, വി ഹാവ് ടു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. സോ ആൻഡ് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മൾ എടുത്തു, ഇതാണോ നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നമ്മൾ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ സാർ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. എല്ലാം സാറിന് മുമ്പ് നമ്മൾ സീനായിട്ട് പറഞ്ഞപ്പോൾ വിൽ ഗോ വിത്ത് ദിസ്, ഐ ഗോ വിത്ത് യുവർ കൺവിക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഡിഡ് ഇറ്റ്. ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞ ഒരു സ്പോയിലർ ആയിരിക്കും, പക്ഷേ ആ സീൻ ബിറ്റ്വീൻ ദ ടു ഓഫ് ദെം വാസ് ഹാൻഡിൽ സോ ബ്യൂട്ടിഫുള്ളി ബൈ ബോത്ത് ദി ആക്ടേഴ്സ്. സാറിൻ്റെ ഒരു ലൈൻ ഉണ്ട്, ഒരു മൊത്തപ്പെട്ട് ഇറ്റ്സ് എ വുമൺ. ആൻഡ് സാറിൻ്റെ പെർഫോമൻസിൽ ആ ഡൊമിനിക്കായിട്ട് ചെയ്ത ഒരു പെർഫോമൻസിൽ ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇസ് നോട്ട് അലൗഡിൻ്റെ ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ടാണ്. ബട്ട് ഈ ഷുഡ് ഓൾസോ സർവൈവ്. This is a spoiler. I don't want to talk about it, but since you asked me, I thought I must say it. He played it so convincing. നമുക്ക് ഭയങ്കര റിയലിസമാണ് കാരണമാണ്. മമ്മൂക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും, വടക്കം വീരകാരൻ. നമുക്ക് ഇന്റർവ്യൂ കേട്ടാൽ ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് കേട്ടത്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും? വടക്കം വീരത അടുത്ത മാസം വടക്കം വീരത 1987 89 ഇറങ്ങിയ പടമല്ലേ. അതിനെ പറ്റി ഇപ്പൊ എന്ത് ചോദിക്കാം? പറ്റിയൊക്കെ പറ്റി കണ്ടോ നോക്കുക. അതിനെപ്പറ്റി ഞാനെന്ത് പറയാം? പക്ഷേ കാണാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ സിനിമയിൽ തിയേറ്ററിൽ കാണാത്ത ആൾക്ക് ചിലപ്പോൾ പറയാനൊക്കെ ഇവിടെ കുറേ ഇറങ്ങിക്കൊണ്ട് കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്.